പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ വളരെയധികം പ്രചോദനമുള്ള ഒരു വീഡിയോ ആണ്. വെളുത്ത ചെറിയ പൂക്കളും അതുപോലെ തന്നെ ഇളം വയലറ്റ് ഇലയും ഒക്കെ കലർന്ന അതിമനോഹരമായ ഒരു ഔഷധ സസ്യത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇതിന് വ്യത്യസ്തമായ പേരുകളാണ് അറിയപ്പെടുന്നത്. മുറികൂട്ടി, മുറിയൂട്ടി, മുറിവൂട്ടി തുടങ്ങിയ പ്രാദേശികമായ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ഒട്ടനവധി ഗുണങ്ങൾ നൽകുന്ന ഒരു സസ്യം കൂടിയാണ്. വായു ശുദ്ധീകരിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സസ്യമാണ്. അകത്തളങ്ങൾ അലങ്കരിക്കാനും ഇൻഡോർ പ്ലാന്റായിട്ടും ആളുകൾ ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിതിൻ്റെ ഒരു തണ്ട് ഒടിച്ച് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് വളർന്ന് വലിയ വിസ്തൃതിയിൽ വളർന്നു വരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വളർന്ന് വരുന്ന ഈ സസ്യത്തിന് പ്രത്യേക പരിചരണം ആവശ്യമില്ല. എന്ന് മാത്രമല്ല, തണലുള്ള സ്ഥലത്ത് പോലും ഇത് സമൃദ്ധിയായി വളർന്നു വരുന്നു എന്നുള്ളതും സത്യമാണ്. പ്രധാനമായിട്ട് ചർമ്മരോഗങ്ങൾ, വീക്കം എന്നിവയ്ക്ക് മാറ്റാൻ ഫലപ്രദമായ ഒരു ഒറ്റമൂലി മരുന്നായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ചർമ്മരോഗങ്ങൾ നമുക്കറിയാം, ദീർഘകാലം മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ മാറി കിട്ടുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചർമ്മരോഗങ്ങൾ മാറ്റിയെടുക്കാം. ഇതിൻ്റെ കിളുന്ന ഇലകൾ, നാമ്പിലകൾ പറിച്ചെടുത്ത് അത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് കുളിക്കുകയാണെങ്കിൽ ചർമ്മരോഗങ്ങൾ വരാതിരിക്കാനും ചർമ്മരോഗങ്ങൾക്ക് പരിഹാരം കാണാനും ഇതുമൂലം സാധിക്കും. ഇനിയും അതിന് പറ്റാത്തവർ കുറച്ച് ഇലകൾ എടുത്ത് അരച്ച് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കലക്കി കുളിച്ചാലും ചർമ്മരോഗങ്ങൾ ഉണ്ടാവാതിരിക്കും. അതുപോലെ തന്നെ വീക്കമുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ ഇല പറിച്ചെടുത്ത് അരച്ച് അത് പേസ്റ്റ് പോലാക്കി, കുഴമ്പ് പോലാക്കി തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ വീക്കം മാറിക്കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിത് വളർത്തണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ, ചെറിയ ആയുധങ്ങൾ കൊണ്ട്, കത്താളോ ഇരുമ്പോ ഒക്കെ കൊണ്ടുണ്ടാകുന്നു, കല്ലിൽ കൊണ്ട് തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴായിട്ട് മുറിവുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ ചെറിയ ഉരച്ചിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഏതെങ്കിലും ഇലകൾ പറിച്ച് 2 തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. ഒന്ന്, ഇത് കയ്യിലിട്ട് ഞെരടി ഇതിൻ്റെ നീരെടുത്ത് ആ മുറിവ് ഭാഗത്ത് ഇറ്റിച്ചു കൊടുത്താലും മുറിവ് കരിയും. അതല്ലെങ്കിൽ ഇത് കല്ലിൽ വെച്ച് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടി വെക്കാമെങ്കിൽ ആ മുറിവുകൾ കരിഞ്ഞു കിട്ടും. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ആശുപത്രിയിൽ പോകുന്ന ആ സമയവും അതുപോലെ അവിടെ കൊടുക്കുന്ന പൈസയും ഒഴിവാക്കാൻ വളരെ ഫലപ്രദമായ ഒരു ഒറ്റമൂലി ആയുർവേദ പച്ചമരുന്നാണ് ഇത് മുറിവൂട്ടി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ മുറിവുണ്ടാകുന്ന രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. ഈ രക്തസ്രാവം ഇല്ലാതാക്കാനും ഇത് അരച്ചിട്ടാൽ മതി. അത് വളരെ ഫലപ്രദമാണ്. അനുഭവസ്ഥർ ആയിരക്കണക്കിനുണ്ട്. അപ്പോൾ പച്ചയും വയലറ്റും കലർന്ന ഇതിൻ്റെ ഇലകൾ അതിമനോഹരമായതുകൊണ്ട് നമുക്ക് പൂന്തോട്ടത്തിൽ വച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ചെറിയ പൂക്കളാണ്, പൂവല്ല ഇതിൻ്റെ പ്രധാനം. ഇതിൻ്റെ ഇലകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ പ്രകൃതിയിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം, അത് കണ്ടിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ, സൃഷ്ടി നടത്തിയപ്പോൾ നമുക്ക് ഉണ്ടാകാനിടയുള്ള മിക്കവാറും ഉള്ള എല്ലാ രോഗങ്ങൾക്കും ഔഷധം കൂടി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ചെറിയ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ സാധാരണയായി ആയുർവേദ, അലോപ്പതി ഒക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നല്ലതാണെങ്കിൽ പോലും, എന്നാൽ നമ്മൾ പഴയ കാലങ്ങളിൽ പ്രായമുള്ളവരൊക്കെ ഇത്തരം ഔഷധ സസ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുകയും അവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടാകുന്നു. സാമ്പത്തിക ലാഭം എന്ന് പറയുമ്പോൾ വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് അറിഞ്ഞിരുന്നത് വലിയ പ്രയോജനമായി. അതുകൊണ്ട് ഇനിയും നമ്മൾ സാമ്പത്തികമായ ഉന്നമനയിലൊക്കെ എത്തിയെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കുവാൻ നമുക്ക് സഹായമായും. എന്ന് മാത്രമല്ല, ആയുർവേദ പച്ചമരുന്നിലൂടെയൊക്കെ ഒരു രോഗം മാറുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടും. എന്നാൽ മറ്റ് പല ചികിത്സകളിലും ചെയ്യുന്നത് ആ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുക എന്നുള്ള, രോഗമല്ല മാറ്റുന്നത്. അപ്പം ഇത് അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഒരു ചുമതലയായിട്ട് നമ്മൾ ഏറ്റെടുക്കണം.
അതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് എവിടെ കണ്ടാലും ഇതിൻ്റെ ഒരു തണ്ട്, ഒറ്റ തണ്ട് മതി, ഒറ്റ തണ്ട് വാങ്ങിച്ച് നമ്മൾ മണ്ണിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അത് കിളിച്ച് വന്ന് അവിടെ മൊത്തം പടർന്ന് കിടക്കും. അതുപോലെ തന്നെ കയ്യാലകൾ, മണ്ണൊലിപ്പ് തടയാൻ കയ്യാലകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിരി വെച്ച് പിടിപ്പിക്കാം. ഇനിയും വീട്ടിലാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുന്നതാണ് ഉത്തമമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ മണ്ണിൽ നട്ടുപിടിപ്പിച്ചാൽ അത് വളരെ വ്യാപ്തിയിൽ വളരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചെടിച്ചട്ടിയിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ വളരത്തില്ല. ചെടിച്ചട്ടിയുടെ ആ വിസ്തൃതി അനുസരിച്ച് മാത്രമേ ഇത് വളർത്തുള്ളൂ. എന്തായാലും ഈ മുറുകൂട്ടി എന്ന് പറയുന്ന ഈ ആയുർവേദ സസ്യം നമ്മൾ അവഗണിക്കാനും പാടില്ലാത്തതാണ്. കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഒക്കെ മുറിവുകൾ വളരെ പെട്ടെന്ന് കരിച്ചെടുക്കുവാൻ, ഇഞ്ചക്ഷൻ കൂടാതെ മരുന്ന് കൂടാതെ ഒക്കെ കരിച്ചെടുക്കുവാൻ ഇത് അത്യന്തം ഫലപ്രദമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും എവിടെ കണ്ടാലും ഇത് ഒരു മൂട് വെച്ച് പിടിപ്പിക്കാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഫേസ്ബുക്കിലാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായി ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നിരവധി ആയുർവേദ പച്ചമരുന്നുകൾ, ഒറ്റമൂലികൾ ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ തലമുറ, അതായത് പുതിയ തലമുറ ഇതൊന്നും അറിയുന്നില്ല. അവരെ കൂടി ഇതിൻ്റെ ഗുണങ്ങൾ, വിശേഷങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം പൈസ ഉണ്ടാക്കുന്നതിനുള്ള തത്രപ്പാടിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഇത്തരം വിഭവങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാതിരുന്നാൽ അത് പ്രകൃതിയുടെ തിരിച്ചടിക്ക് കാരണമാകും എന്ന വസ്തുത കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇത് മാത്രമല്ല, ഒട്ടനവധി മരുന്നുകൾ, പച്ചമരുന്നുകൾ നമുക്കുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ ഒരു തരത്തിലുള്ള കീടരോഗബാധകൾ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ആ ശക്തിയെപ്പറ്റി. പച്ചമരുന്നുകളൊന്നും തന്നെ ഒരു തരത്തിലുള്ള കീടരോഗബാധകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ മുറിവൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ ശമിപ്പിക്കുക മാത്രമല്ല, നമ്മൾ പച്ചക്കറി പോലെ ഉള്ള കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ ഉള്ള ഒരു മൂട് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ രോഗകീടബാധകളിൽ നിന്നും പച്ചക്കറികളെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന വസ്തുത കൂടി നാം അറിഞ്ഞിരിക്കണം. കാരണം പച്ചക്കറികൾക്ക് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ നമ്മൾ അടിക്കാറുണ്ട് കീടരോഗബാധകൾ മാറാൻ വേണ്ടി. എന്നാൽ പ്രകൃതി തന്നെ സജ്ജമാക്കിയിട്ടുള്ള ഇത്തരം സസ്യങ്ങൾ കൂടി പച്ചക്കറി നടുമ്പോൾ പല ഭാഗത്തും നട്ടുപിടിപ്പിച്ച് പരിചരിക്കുകയാണെങ്കിൽ, പരിചരണമൊന്നും വേണ്ട, അത് അവിടെ നട്ടുപിടിപ്പിച്ചാൽ മതി, പ്രത്യേകിച്ച് രോഗകീടബാധകളൊന്നും തന്നെ ഇല്ലാതിരിക്കും എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും കാണേണ്ട ഒരു ചെടിയാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പഠിപ്പിച്ച് വളർത്തുകയാണെങ്കിൽ ഇതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരുന്ന ആ വാതകത്തിൽ നല്ല രീതിയിലുള്ള അണുനാശിനികളും അതുപോലെ തന്നെ ആരോഗ്യം പുഷ്ടിപ്പെടാനുള്ള ചില ഘടകങ്ങളും ഒക്കെ അതിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ രോഗങ്ങൾ തടയാൻ നമുക്ക് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പച്ചമരുന്നുകൾ നമ്മൾ രോഗം മാറാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് സംബന്ധിച്ച അറിവ് വിദഗ്ധരിൽ നിന്നും നേടുകയും അതല്ലെങ്കിൽ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ നേടുകയും വേണം. കാരണം രോഗം മാറാൻ വേണ്ടി പച്ചമരുന്ന് നമ്മൾ ഉള്ളിൽ സേവിക്കുമ്പോൾ വിരുദ്ധ ആഹാരങ്ങൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അത് ഏതൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ രോഗലക്ഷണങ്ങൾ മാറുക മാത്രമല്ല, രോഗങ്ങൾ മാറുന്ന വരെ തുടർച്ചയായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കണം. അതിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ രോഗത്തിൻ്റെ അവസ്ഥാവിശേഷണങ്ങൾ പൂർണ്ണമായും നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകത്തുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പച്ചമരുന്ന് മാത്രമല്ല നിരവധി പച്ചമരുന്നുകൾ നമ്മളാരും നടാതെ തന്നെ, നമ്മളാരും പരിചരിക്കാതെ തന്നെ, നമ്മളാരും യാതൊരു സംരക്ഷണവും കൊടുക്കാതെ തന്നെ നമ്മുടെ ചുറ്റുപാടും വളർന്നു വരുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുകയും നമ്മുടെ ഇളം തലമുറയും അതുപോലെ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവർക്കും കൂടി ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ദൗത്യമായി ഏറ്റെടുക്കുക. അങ്ങനെ നമ്മുടെ ആളുകളുടെ ഇന്നത്തെ രോഗാവസ്ഥയിൽ നിന്നും നമുക്കവരെ രക്ഷിക്കാനും, എന്നാൽ ചെറിയ ചെറിയ രോഗങ്ങളുണ്ടായാൽ വലിയ വലിയ ആശുപത്രിയിൽ പോകുന്ന ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള, നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ഇത്തരം പച്ചമരുന്നുകൾ ഉപയോഗിച്ച് സുഖപ്പെടുത്തുന്ന വിവരവും അവരെ അറിയിക്കുകയാണെങ്കിൽ
അതൊരു വലിയ നേട്ടമായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഇന്നു മുതൽ ഒരു ചെറിയ പരിശ്രമം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇളം തലമുറയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള അറിവും ഇല്ലാതെയായിരിക്കുന്നു. അത് മാറ്റേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.